ഹലോ, ഹായ്, നമസ്കാരം. ചായക്കഥയിലേക്ക് സ്വാഗതം. ഇത് ചായക്കഥ. ചായ കുടിച്ച് ഒരു കഥ പറയാം. നമ്മൾ ഇപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുനലൂരിൻ്റെ തൂക്കുപാലത്തെക്കുറിച്ചാണ്. ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടി നിന്നിരുന്ന ആ വിസ്മയം കാലപ്പഴക്കത്താൽ നശിച്ചു പോകുമെന്ന് ഭയന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്നാൽ സാംസ്കാരിക പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നിരന്തരമായ ഇടപെടലുകൾക്കും നിവേദനങ്ങൾക്കുമൊടുവിൽ പുരാവസ്തു വകുപ്പ് പാലത്തിൻ്റെ ഉടമസ്ഥത ഏറ്റെടുത്തു. ഇതോടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത്. പാലത്തിൻ്റെ ബലക്ഷയത്തിന് കാരണമായി പാലത്തിനു നടുവിലൂടെ സ്ഥാപിച്ചിരുന്ന ജലവിതരണ പൈപ്പ് ആദ്യമായി അവിടുന്ന് മാറ്റി സ്ഥാപിച്ചു. പിന്നീട് പുരാവസ്തു വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ പാലത്തിന് മെച്ചപ്പെട്ട രീതിയിൽ നവീകരണവും ശക്തിപ്പെടുത്തലും നടത്തി. ഈ ഇടപെടലുകൾ പുനലൂർ നിവാസികൾക്കിടയിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കി. തൂക്കുപാലം സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്മാരകമാണെന്ന ബോധം ജനങ്ങളിൽ ശക്തിപ്പെട്ടു. ഇന്ന് പുനലൂർ തൂക്കുപാലം ഒരു സംരക്ഷിത സ്മാരകമായി തലയുയർത്തി നിൽക്കുന്നു. ഇത് പുനലൂരിൻ്റെ ചരിത്ര സ്പർശം കാത്തുസൂക്ഷിക്കാനുള്ള ഒരു ജനതയുടെ ഇച്ഛാശക്തിയുടെ വിജയം കൂടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട പുനലൂർ നിവാസികൾക്ക് ഒരു വലിയ സല്യൂട്ട് ഈ ഘട്ടത്തിൽ നൽകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.